ഹായ്, ചെറിയൊരു ട്രിപ്പിലാണ്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത്. കുറിച്യാർമല പ്ലാന്റേഷൻ, പിന്നെ അവിടുന്ന് നേരെ ആനപ്പാറ. പിന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല സ്പോട്ടൊക്കെ കാണുകയാണെങ്കിൽ അവിടെയൊക്കെ നിർത്തിയിട്ട് പോകണം, എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. പൂരിയും ബീഫാണ് കഴിച്ചത്. ഞാൻ അങ്ങോട്ട് പോയാൽ ഫുഡൊന്നും കിട്ടൂല, അതിനെ കൊണ്ടാണ് ഇവിടെ നിന്ന് കഴിച്ചത്. പോകുന്ന വഴിയാണ്. ഇവിടെ നിന്നൊരു 8 കിലോമീറ്ററും കൂടി പോകാണ്ട്. ഇവിടെ ഫുള്ള് കോട ഇറങ്ങി കിടക്കുക. നല്ല തണുപ്പുണ്ട്. ഇതിലുള്ള റൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല, വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. ഫുള്ള് കോട ഇറങ്ങി കിടക്കുക. ഇതാണ് പോകുന്ന റൂട്ട്. ഇവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യണം. ഇതിലാണ് കുറിച്യാർമല പ്ലാന്റേഷൻ്റെ അവിടേക്ക് പോവുക. വൈത്തിരിയിൽ നിന്ന് തരുണ്ണ റൂട്ടിലേക്ക് വരണം. അവിടെ നിന്ന് ഹോസ്റ്റൽ ഹോംസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. ആ റൂട്ട് ലെഫ്റ്റ് കയറിയിട്ടാണ് പോകേണ്ടത്. ഈ റോട്ടിലേക്കാണ് കയറേണ്ടത്. ഹോസ്റ്റൽ ഹോംസ് എന്ന് പറഞ്ഞാൽ മാപ്പിൽ ഇതന്നെ അടിച്ചാൽ മതി, ഇതടിച്ചാൽ കിട്ടും. ഹോസ്റ്റൽ ഹോംസ് വൈത്തിരിന്ന് അത് മാപ്പിട്ട് വന്നാൽ മതി. ആ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷനിലെത്തും. ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറിച്യാർമല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. പോകുന്ന വഴിക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഞായറാഴ്ച അതിനെക്കൊണ്ടാണ് കുറേ ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ വീടുകൾ, അംഗനവാടി, സ്കൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്കുള്ള ഫാക്ടറിയാണ് തോന്നുന്നു. പോകുന്ന റൂട്ടൊക്കെ ഫുള്ളും കാപ്പിക്കുരു തേയിലത്തോട്ടമാണ്. ഇവിടെ കാപ്പിക്കുരു മറ്റേ ഉണക്കിയിട്ട് അങ്ങനത്തെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സാണ് തോന്നുന്നു. കാപ്പിക്കുരു ഓരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ക്ലീൻ ആക്കുകയാണോ എന്താ അറിയില്ല. ഈ ഭാഗത്തേക്ക് ഫുള്ളും ഉണങ്ങിയ കാപ്പിക്കുരു. അതതിൻ്റെ എന്തോ ഫാക്ടറി ആണ് തോന്നുന്നു. ഇവിടെ ഒരു അടിപൊളി പാലമുണ്ട്. ഈ പാലൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നല്ല രസമുണ്ട്. ഇവിടെ താഴെ വെള്ളമൊക്കെ അങ്ങനെ വരുന്ന സ്പോട്ടാണ്. പക്ഷെ ഇപ്പം മഴക്കാലം ഇല്ലാത്തതിനെ കൊണ്ട് വെള്ളമൊന്നും അങ്ങനെ വരുന്നില്ല. പാലം എന്തായാലും നൈസായിട്ട്. ഇത് പോകുന്ന വഴിക്കേണ്ട വേറൊരു പാലാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. നൈസാണ്. പക്ഷേ അധികം വെള്ളമൊന്നുമില്ല. വേനലായിരുന്നു. മഴക്കാലത്തൊക്കെ വന്നാൽ വേറെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാലം കഴിഞ്ഞിട്ട് നേരെ തന്നെ വരിക. നേരെ തന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വീടൊക്കെ കാണാം. അവിടെ നിന്നും നേരെ തന്നെ വരിക. വഴി കുറച്ച് നല്ല മോശമാണ്. ആ വഴി ഓഫ് റോഡ് വണ്ടിക്കാണെങ്കിൽ സുഖമായിട്ട് കയറി വരാം. അല്ലാത്ത വണ്ടി കുറച്ച് പണിയാണ്. പിന്നെ കാറൊക്കെ കയറി വരാൻ ചാൻസ് കുറവാണ്. അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ലോണം കയറി വരാനുണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ബോർഡ് കാണാം. കുറിച്യാർമല ശ്രീ മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് കയറി വന്നാൽ ഫുള്ള് തേയിലത്തോട്ടാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഫ്രെയിമാണ്. പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. പക്ഷേ ഞങ്ങൾ കയറി വരുമ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താണെന്ന് അറിയില്ല. ഈ വഴി കയറി നേരെ പോയാൽ മതി. അപ്പം അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് എത്താം. രാവിലെ തന്നെ എത്തിയതിനെ കൊണ്ട് ഇവിടുന്ന് അമ്പലത്തെ പാട്ടൊക്കെ കേൾക്കാം. ഇവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് അമ്പലം.
ഫോട്ടോ എടുക്കണം. അങ്ങോട്ട് പോയേക്കല്ലേ. ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. സീന് ഫുള്ള് കാടാണ്. ഇതിലെ വണ്ടിയൊന്നും അധികം പോവില്ല. ഒന്ന് ഫുള്ള് ഇല ഇതൊക്കെ ആയിട്ട് കിടില റൂട്ട്. ബൈക്കൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ട്രെയിൽസിനൊക്കെ പോകാൻ പറ്റിയ സ്പോട്ടാണ്. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂവാ. ഫുള്ള് തേയിലത്തോട്ടം. വേറെ തന്നെ മൂഡ് ഇവിടെ. രാവിലെയൊക്കെ വന്നിട്ട് ഫുള്ള് കോടയായിരിക്കും. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. ബൈക്കൊക്കെ ഉള്ളവരെന്തായാലും ഇവിടേക്ക് വരണം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, പക്ഷേ എന്നാലും കയറി വരാം. വലിയ സീനൊന്നുമില്ല. അല്ല, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി കിട്ടില്ല ഫ്രെയിം അവിടെ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മോശം വഴി തന്നെയാണ് അവിടെ. എന്താ വെച്ചാൽ വഴിയെന്ന് പറയാൻ പറ്റില്ല, ഫുള്ള് കുണ്ടും കുഴിയും കല്ലുമാണ്. എൻ്റെ കഴപ്പിന് ഞാൻ കുറച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ചതാണ്. പക്ഷെ ഭാഗ്യത്തിന് വീണിട്ടൊന്നുമില്ല. നല്ലപോലെ പോയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ആ ബോർഡിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ വന്നാൽ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെയൊക്കെ വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. സീനൊന്നുമില്ല. ഞങ്ങൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. റൈറ്റ് റോഡുണ്ട്. നേരെ പോയി മുട്ടുന്നത് പിന്നെ വൈകിണ്ടാവില്ല. അവിടുന്ന് റൈറ്റിൽ പോവാം. നേരെ പോയി ചുണ്ടേക്കാം. ചുണ്ടേ എന്ത് ചെയ്യാ? അവിടെ ചോദിച്ചാൽ അവിടെ ചോദിച്ചാൽ കെട്ടി പോയത് കേട്ടോ. ഇതൊക്കെ തോട്ടം തൊഴിലാളികളെ ഇതൊക്കെ നേപ്പല്ലേ കാപ്പിരിക്കാൻ വേണ്ടി കാപ്പില്ലേ തോട്ടം തൊഴിലാളി കാണിക്കാറ്. ഇവിടുത്തെ ഡ്രൈവർ ഡ്രൈവറിന് തൊഴിലാളിക്കുന്ന ലീവ് ഞായറാഴ്ച ലീവല്ലേ. ആരുടെ പഠിക്കണ്ട ലീവ് ആരുണ്ടാവില്ല. അവിടുത്തെ എക്സ്ട്രാ ഡ്രൈവറാണ്. പിന്നെ അത് പോവല്ലോ. നേപ്പാളിൽ കാപ്പി ആ ലൊക്കേഷൻ ഇറങ്ങി വന്ന് നേരെ മെയിൻ റോഡിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് വന്നാൽ വേറൊരു പാലം കാണാം. ആ പാലം ക്രോസ് ചെയ്തിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ വേറൊരു തേയിലത്തോട്ടെത്തും. ഇവിടെ ഇത്തിരി കൂടി നല്ലൊരു ഫ്രെയിമാണ്. നല്ല വെളിച്ചമുണ്ട്. ഇനി കുറേ ട്രെയിൽസ് മാറ്റി കുറേ അവിടത്തേനെക്കാട്ടിയും കൂടുതൽ സ്പോട്ട് ലൊക്കേഷൻസ് ഉണ്ട്. ഇവിടെ കുറേ വഴികളുണ്ട്. ഇതിലേ തന്നെ ഇറങ്ങി പാല ആ കട്ടാകണ്ട. ദാനപ്പാറ പറഞ്ഞ വഴിക്ക് പോകുമ്പോൾ കണ്ട വേറൊരു ലൊക്കേഷനാണ്. ഇവിടെ വേറെ വണ്ടി കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഇങ്ങനെ അതിൽ ഇങ്ങനെ ഓടിച്ച് കളിക്കുക. പിന്നെ അപ്പുറത്തേക്ക് അധികം പോകാൻ പറ്റില്ല, ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. ജസ്റ്റ് വണ്ടി ഇങ്ങനെ ഓടിച്ച് കളിക്കുക, അത്രേ ഉള്ളൂ.
ഇതാണ് ആനപ്പാറ. ഇവിടേക്ക് കഴിയുന്നതും വരണ്ട. ഇത് പക്ക ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. ഞങ്ങൾ ചോദിച്ചിട്ടാണ് വന്നത്. ചോദിച്ചോ വലിയ സീനൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയാൽ ആന വരാണ്ടൊക്കെ ഉള്ള ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് തീരെ പോകാൻ പറ്റില്ല. അപ്പം അതാർക്കും സജസ്റ്റ് ചെയ്യൂല. വരുന്നവരൊക്കെ സ്വന്തം റിസ്കിൽ വരിക. ഫോറസ്റ്റുകാർ പൊക്കി എന്തായാലും ഫൈൻ അടയ്ക്കേണ്ടി വരും. ഞങ്ങൾ കൂപ്പർ കിച്ചൺ എന്നാണ് ഫുഡ് കഴിച്ചത്. അൽഫാം മന്തിയാണ് പറഞ്ഞത്. 400 സംതിങ് ആണ് ആയത്. അടിപൊളി ഫുഡാണ്. ഇപ്പോൾ പോകുന്നത് കാപ്പിക്കുന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ്. വയനാട് പുൽപ്പള്ളി പോകുന്ന റൂട്ട് തന്നെയാണ്. പുൽപ്പള്ളിയിൽ നിന്ന് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും കാപ്പിക്കുന്ന്. പിന്നെ ഫുള്ള് ഇൻ്റർലോക്കൊക്കെ ഇട്ട വഴിയാണ് അവിടേക്ക് പോകുമ്പോൾ. ഫുള്ളും റോഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഫുൾ ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ്. ഇത് ഒരു ആദിവാസികളുടെ വീട് കാര്യങ്ങളൊക്കെ ഉള്ള സ്പോട്ടാണ്. ഈ റോഡ് നേരെ പോയ ഒരു അമ്പലത്തിൻ്റെ അവിടേക്കാണ് എത്തുക. പിന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് റോഡുണ്ട്, അവിടെ ഫോറസ്റ്റുകാരുണ്ടാവും. അവിടെ മിക്കവാറും ബ്ലോക്ക് ആയിരിക്കും. അവിടേക്ക് പോകാൻ പറ്റില്ല. അഥവാ ആരും കാണാണ്ട് പോയിട്ടുണ്ടെങ്കിലും ഫോറസ്റ്റുകാർ കാണാണ് അതേപോലെ തന്നെ ഫൈൻ അടച്ചിട്ട് ഒരു സീനാക്കിയിട്ടേ വിടുള്ളൂ. അപ്പോൾ ആ റൂട്ടിലേക്കൊന്നും അധികം ആൾക്കാരും പോകണ്ട. ഒരു കണ്ട സീനാകും. അവിടെയൊക്കെ മഴക്കാലത്ത് വരുമ്പോഴേ ഫുള്ളായിട്ട് നല്ല രസമുണ്ടാവും. ഇപ്പോൾ മേലായതുകൊണ്ടാണ് വലിയ ഇങ്ങോട്ടെങ്കിൽ പോകാൻ പറ്റുമോ അറിയില്ല. അമ്പലത്തിൻ്റെ അതുവരെ പോവാം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റില്ല. അവിടെ ഈ അമ്പലത്തിൻ്റെ വഴി തന്നെയല്ലേ? അമ്പലത്തിൻ്റെ അവിടെ റോഡ് ഉണ്ടാവും. പിന്നെ അവിടേക്ക് വേറെ വഴിയില്ലല്ലോ. റോഡുണ്ട് അവിടെ. ആ റോഡോ? പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റോഡാ? ബൈക്കിൽ പോത്തോ? ഇതാണ് അമ്പലം. ഇവിടെ എൻഡാണ്. ഈ റോഡ് എൻഡാവും. ഇവിടെ നിന്ന് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫുള്ള് കാടാണ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. താലപ്പൊലി വല്ലാതെ ഘോഷയാത്രയൊക്കെ ഭയങ്കര പരിപാടിയില്ല പുൽപ്പറ്റ. അപ്പോൾ പോകുമ്പോൾ ബ്ലോക്ക് കൊടുങ്ങോ? പോകുമ്പോൾ ചിലപ്പോൾ അവരിനി താലം വരാൻ നേരത്തെ വഴിയെല്ലാം ബ്ലോക്ക് ആക്കും. വണ്ടിയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാം. ഇതിനപ്പുറം പോയാൽ കാണാം. വൈകുന്നേരം ഒരു വെളുപ്പിനൊക്കെ പോയാൽ കാണാം. അതല്ല ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. അതല്ല, അപ്പോൾ ഫെൻസിങ് വെച്ച് എനിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമോ? ഏത് ആനയാ? ആനയും പുലിക്കും അത് ഇവിടം വരെ വരും. ഫെൻസിങ്ങിൻ്റെ അവിടം വരെ. അപ്പുറത്തേക്ക് കിടക്കൂല. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ പ്രശ്നം ഈ റോട്ടിലേക്ക് ഉണ്ടാവും. ചിലപ്പോൾ രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഫെൻസിങ് വെച്ചിട്ടു അത് അപ്പുറത്തേക്ക് പോകില്ല. ഇപ്പുറത്തേക്ക് മാത്രമേ, റോഡിൻ്റെ അപ്പുറത്തേക്ക്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ അധികം ഉൾക്കാട്ടിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് അങ്ങനെയൊന്നും വരില്ല? അതിലൊക്കെ വരും. ഇപ്പം വരാത്തല്ലേ, ഇത് ഇട്ട കാരണം. അല്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ അതിലുള്ള ഇതെല്ലാ സ്ഥലത്തും ഇട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ വീട്ടിൻ്റെ അതിൽ പറമ്പ് കൂടിയൊക്കെ ഇറങ്ങി അങ്ങനെ പോകും വഴിയിലേക്ക്. മലമ്പാമ്പ് വരെ ഉണ്ട്.
ഇതിനകത്ത് അന്ന് അപ്പുറ സ്ഥലത്തുള്ളൊരു ചക്കര രാവിലെ അടിച്ചതല്ലേ ബാലും കൊണ്ട്. എൻ്റെ വണ്ടിയുടെ ബേക്ക് പൊട്ടിപ്പോയി, സ്കൂട്ടീൻ്റെ. എന്തടിച്ചിട്ട്? ആന അടിച്ചല്ല, ഈ മലമ്പാമ്പ് അടിച്ചു, പെരുമ്പാമ്പ് മറ്റേ പാമ്പ് ബാക്കത്തെ സൈഡില്ലേ, അത് അടിച്ച് പൊളിച്ചു കളഞ്ഞു ബാലും കൊണ്ട്. അങ്ങനെ കാല് കടിക്കാൻ നോക്കി, അപ്പോൾ കാല് പൊട്ടി. പിന്നെ കാടന്മാർ ഇതിലെ വരും, രാത്രിയും വരൂലേ? രാത്രി വരും. അവർ വണ്ടിയായിട്ടൊരു അക്കരെ കുന്നിലുണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും വണ്ടി. ജീപ്പായിട്ടാ? ഞാൻ ജീപ്പായിട്ട്. രാത്രി ആരെയും ഇങ്ങോട്ട് വിടൂലല്ലേ പുറത്തുനിന്ന്? പുറത്തുനിന്ന് ആരും വിടില്ല. ഇന്ന് പിന്നെ ഉത്സവമായ കൊണ്ട് ആളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കയറി. ഉത്സവം എങ്ങനെ ആ റോഡിനാ പോവാ? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡില്ല, മുണ്ടക്കുറ്റി കുന്ന്. അങ്ങോട്ട്. അവിടുന്ന് അന്ന് താലപ്പൊലി, അവിടെ നേരെ പുൽപ്പള്ളിയിലേക്ക്. പിന്നെ പുൽപ്പള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഇത്രയും തിരക്കായിരിക്കൂലേ? എത്ര ദിവസത്തെ ഉത്സവം? 6 ദിവസത്തെ പരിപാടി. 6 ദിവസത്തെ. ഇന്ന് ലാസ്റ്റാ? ഇന്നല്ല, മറ്റന്നാൾ. മറ്റന്നാളെ ലാസ്റ്റ് അല്ലേ? ഇന്ന് 4, 4, 5. പെട്ടെന്ന് പോയാരാ, കാണാം. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ കുറേ ആടിനെ മേയ്ക്കാൻ വരുന്നതും പിന്നെ മരത്തിൻ്റെ മേലിൽ നിന്ന് വെട്ടിയിട്ട് വിറക്കെടുക്കുന്നതും അതൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ കുറേ ആൾക്കാർ അവിടെ വണ്ടി നിർത്തിയിട്ട് അവരായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. വലിയ സീനൊന്നുമില്ല, ഞങ്ങൾ പോയപ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അതൊക്കെയാണ് കണ്ടത്. പക്ഷേ ഇവിടെ മഴക്കാലത്ത് വരണം, അപ്പോഴാണ് ഇത്തിരി കൂടി നല്ല ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഫുള്ള് പുല്ലൊക്കെ ആയിട്ട് നൈസാണ്. മഴക്കാലത്ത് വരുന്നതാണ് ഇത്തിരി കൂടി ബെറ്റർ. അതിലെ വണ്ടി ഓടിച്ച് കളിക്കാനൊക്കെ നല്ല രസമാണ്. ഞാൻ കുറേ അതിലൊക്കെ വണ്ടി ഓടിച്ച് കളിച്ചു. ശരിക്കും ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല എന്നാണ് പറയല്. പക്ഷെ ഞങ്ങൾ പോയ ടൈമിന് വലിയ സീനൊന്നും ഇല്ല, ഫോറസ്റ്റുകാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിലെ വണ്ടി ഇങ്ങനെ ഓടിച്ച് കളിച്ചത്. പിന്നെ ഇതിലെ ആകെയുള്ളൊരു ബസ്സാണിത്.